പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കുവാനും കഠിനമായ വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോമിശിഹ ക്രൂശ് ചുമക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടം ചുമന്ന മേലങ്കിയും ധരിച്ച യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പിലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്ലീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടെ സഹിച്ച് അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോമിശിഹ ഒന്നാം പ്രാവശ്യം കുരിശും കൊണ്ട് വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങ് കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്ക് പത്തനംതിട്ട ജില്ലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി. അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവമായ അവിശ്വസ്തതയാലും പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോമിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്ക് ആലപ്പുഴ ജില്ലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേയെതിരെ വരുന്നത് കണ്ട് പറഞ്ഞൊപ്പിക്കാനാവാത്ത ദുഃഖ സങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ ക്രൂശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കറീനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ട് വരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ ക്രൂശ് ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിച്ചതിനെ ധ്യാനിച്ച് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവർത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടെ സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം ബേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ചേച്ചി മൈക്ക് ഓണായിക്കോളൂ. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ച് കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വേറൊനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയം എപ്പോഴും കരുണാർദ്രമായിരിക്കുവാൻ കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം ഈശോമിശിഹ ഓസ്രേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓസ്ലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്സാപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒൻപതാം സ്ഥലം ഈശോമിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാവപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീബാമരത്തിൽ കീഴെ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായതുള്ളതെല്ലാം പൂർണ്ണമായി നിനക്ക് നൽകുന്നു. ശാപദോഷത്തോടുകൂടി മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ കൃപ ചെയ്തരുളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പത്താം സ്ഥലം ദീപരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.
മലപ്പുറം ജില്ലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് പടയാളികൾ പ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകലതിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ദിവ്യ ഹൃദയം പോലെ ആക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറകൾ എന്റെ ഹൃദയത്തിൽ പൊട്ടിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോ മിശിഹാ ക്രൂശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്ക് കോഴിക്കോട് ജില്ലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ ക്രൂശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂർ ആയിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോ മിശിഹാ ക്രൂശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്ക് വയനാട് ജില്ലയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ക്രൂശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷ നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്ക് കണ്ണൂർ ജില്ലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റുവാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം ശ്രീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ യാഗമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പ്രാർത്ഥിക്കാം. ജോസഫ് ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയെ സംസ്കരിച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച്
ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിപ്പിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് മനോഗുണം ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ച് ഉറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ച് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും അങ്ങേ തിരുകുമാർ ആ തിരുരക്തത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന പറയണം. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ചെയ്യുന്നു, എന്നാൽ അങ്ങയുടെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശു മരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ. അങ്ങനെ വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് അങ്ങയോടുകൂടെ അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷ കൊള്ളണമേ. ആമേൻ. മനസ്താപ പ്രകടനം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളെ നഷ്ടപ്പെടുത്തിനാലും ഞാൻ ഖേദിക്കുന്നു. നിങ്ങളുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്നു ഞാൻ ചെയ്തു. കുരിശിന്മേൽ ആണി കണ്ടു ഞാൻ, ഭീകരമാം മുള്ളുകൾ കണ്ടു. വികാരങ്ങൾ കുന്നുകൂടുന്നു, കണ്ണുനീർ ചാലു വീഴുന്നു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്നു ഞാൻ ചെയ്തു. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഗുരുവിന് ഒറ്റിക്കൊടുത്ത ശിഷ്യൻ, ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഷൈനി ആന്റണിയാണ്. ഷൈനി തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്
ദൈവശാസ്ത്രത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടിയ ആളാണ്. ഇപ്പൊ അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഷൈനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡന്റ് ഉണ്ടായി, 2 കൈയും ഫ്രാക്ചറായി. സർജറി കഴിഞ്ഞ് വളരെ വേദനയോടെ റെസ്റ്റ് എടുക്കുകയാണ്. ഈ അവസരത്തിലും നമ്മോടൊപ്പം ഈശോയോടൊപ്പം ഈ തീർത്ഥയാത്രയ്ക്ക് തയ്യാറായ ഷൈനിയെ അഭിനന്ദിച്ചുകൊണ്ട് ഈശോ നമ്മുടെ ഈ യാത്രയിൽ വെച്ച് തന്നെ ഷൈനിയെ തൊട്ട് സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഷൈനിയെ സന്ദേശം നൽകുന്നതിനായി നമ്മുടെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. യേശുവേ നന്ദി. ജസന്ത ചേച്ചി നന്ദി. പ്രിയ സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ തീർത്ഥയാത്രയില്, അതായത് നമ്മുടെ ഈ നോമ്പിലെ ഈ തീർത്ഥയാത്രയില് ഇന്നത്തെ ദിവസം നമുക്ക് വിചിന്തനമായി തന്നിരിക്കുന്നത് ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ശിഷ്യനെ കുറിച്ച് ഒന്ന് ആലോചിക്കാം. ആരാണ് ഈ ശിഷ്യൻ? ഗുരുവിനെ നമുക്കറിയാം, ഒത്തിരി പേർക്കും അറിയാം. പക്ഷെ ആരാണ് ഈ ശിഷ്യൻ? ഈ ശിഷ്യന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഇനി ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒന്ന് ചിന്തിക്കാം. ഞാൻ പെട്ടെന്ന് കടന്നു പോവുകയാണ്. ഒത്തിരി ദീർഘമായിട്ട് ഇൻ ഡെപ്തിലേക്ക് ചിലപ്പോൾ ഞാൻ പോയില്ല എന്നിരിക്കും. എങ്കിലും നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാം 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ ഈശോയുടെ 12 ശിഷ്യന്മാരെയും ഈശോ തെരഞ്ഞെടുത്തത് ഗലീലിയ ആ ഏരിയയിൽ നിന്നാണ്. അപ്പൊ എല്ലാരും തന്നെ മുക്കുവന്മാരും പിന്നെ ടാക്സ് കളക്ടറും അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജൂഡാസ്. നമ്മള് ഈ 12 സ്ലീഹന്മാരുടെ പേര് എഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ എപ്പോഴും അവസാനമാണ് യൂദാസിനെ കൊണ്ട് പറയണതും ഒരു പക്ഷെ അവസാനമാണ് യൂദാസിനെ തിരഞ്ഞെടുത്തത്. ജൂദസ് എന്നുള്ള പേര് കൊണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു കാര്യമാണ്, ജൂദയ വംശജനായിരുന്നു യൂദാസ് എന്നുള്ളത്. അതും ഈശോയും ജൂദയ വംശജൻ തന്നെയായിരുന്നു. ആ 2 കാര്യം നമ്മൾ ഓർക്കണം പ്രത്യേകിച്ച്. മറ്റുള്ളവരൊക്കെ മറ്റ് വംശജരും ഒക്കെയാണ്. പക്ഷെ ഇവിടെ യൂദാസ് മാത്രമാണ് ജൂദയ വംശത്തിൽ നിന്നുള്ള ഒരു അപ്പസ്തോലൻ. ഒന്ന്. രണ്ടാമത്തത് ജൂദാസ് ഇസ്കറിയോത്ത് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം, എല്ലാവരെയും അന്ന കാലത്ത് ഇരുന്നത് ഒന്നുകിൽ അവരുടെ അപ്പന്റെ പേര് വെച്ച് അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേര് വെച്ച്. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിലും ചിലപ്പം നമ്മുടെയൊക്കെ വിളിപ്പേരും അല്ലെങ്കിൽ വീട്ടുപേര് വെച്ചിട്ട് നമ്മളെ അറിയുന്ന പോലെ ചിലപ്പം പറയും ആ മത്തായിയുടെ മോന് ഔസേപ്പ് എന്നൊക്കെ പറയും, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്കറിയാം സബദിയുടെ പുത്രന്മാര് എന്നാണ് അവര് ജോൺ അവരെ 2 പേരെ അറിഞ്ഞിരുന്നത്. പിന്നെ ഇടിമിന്നലിന്റെ പുത്രന്, അല്ലെങ്കിൽ ഇവനെ ഈശോയെ പോലും അറിഞ്ഞിരുന്നത് തച്ചന്റെ മകൻ, അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ജൂദാസിനെ അറിയുന്നത് ആ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ്. സ്കറിയത്ത് എന്നുള്ള ഒരു പേരിന്റെ ആ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ജൂദാസിനെ അറിയപ്പെടുന്നത്. അപ്പം ജൂദാസ് 1 ജൂദയ വംശജനായിരുന്നു, 2 സ്ഥലത്തിന്റെ പേര് വെച്ച് അറിയപ്പെടുന്നു. ഈ സ്ഥലത്ത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മറ്റുള്ളവര് വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തിൽ നിന്നാണ് യൂദാസ് വന്നിരിക്കുന്നത്. ഇനിയും നമ്മൾ യൂദാസിനെ കുറിച്ച് നോക്കുമ്പോൾ യൂദാസ് ആയിരുന്നു അവരുടെ പണസഞ്ചി സൂക്ഷിപ്പുകാരൻ. അപ്പം യൂദാസ് ആയിരുന്നോ ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ടു പണസഞ്ചി സൂക്ഷിക്കാനെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ആയിരിക്കില്ല. കണക്കപ്പിള്ള വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കണക്ക് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്യു ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. ടാക്സ് കളക്ടർക്ക് നന്നായിട്ട് കണക്കറിയാം. പക്ഷേ ആ ടാക്സ് കളക്ടറെ അല്ല അത് ഏൽപ്പിച്ചിരുന്നത്. ഒരു പക്ഷെ നമ്മൾ ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ, ചില കാര്യങ്ങൾ നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ യൂദാസിന് ശരിക്കും മത്തായിയോട് ദേഷ്യം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവന് കണക്ക് കൂടുതൽ അറിയാമായിരുന്നത് കൊണ്ട് തന്നെ. ഓക്കെ, ഇനിയുമുള്ളത് പക്ഷെ എന്തുകൊണ്ട് കണക്ക് ഏൽപ്പിച്ചു ഇവനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂദാസിനെ ഏൽപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീടുള്ള ഒരു പുള്ളി എല്ലാത്തിനും സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യൂദാസ്. ഏതൊക്കെ രീതിയിലാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക രീതിയിൽ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ ഒരു വ്യക്തിയായിരുന്നു യൂദാസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
പക്ഷേ ഈ കൂട്ടത്തില് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് തൈലം കൊണ്ട് കാല് കഴുകുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് യുദാസ് പറയുന്നുണ്ട്, ഇത് കുരിശുമരണത്തിന് തൊട്ട് മുൻപുള്ളതാണ്, അവരുടെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ വെച്ച് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം അവിടെ വെച്ച് സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് 300 ദെനാറയ്ക്ക് വിറ്റിരുന്നെങ്കിൽ അത് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. നമ്മളൊക്കെ ഹോമിലിയില് സൺഡേയിലത്തെ പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഈനോ ജൂദാ ഇസ്കറിയാത്തയ്ക്ക് പാവങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലായിരുന്നു, അവന്റെ പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് അവൻ മോഷ്ടിച്ചിരുന്നത് കൊണ്ടുമാണ് അവൻ അങ്ങനെ തോന്നിയിരുന്നത്. അപ്പൊ ഈ 300 ദെനാറ എന്ന് പറയുന്നത് ഒരു വർഷത്തെ സാലറിയാണ്. അതായത് 1 ദിനാറയാണ് ഒരു ദിവസത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 300 ദിവസത്തെ എന്നുള്ള ഒരു ജോലി വെച്ചിട്ടാണ് ഈ ഒരു വർഷത്തെ വേതനം എന്നുള്ള നിലയ്ക്കാണ് അത് പറയണത്. അപ്പം അതിലൊന്ന് മനസ്സിലാക്കാവുന്നത്, നമ്മള് ഈ ശിഷ്യന്മാര് തന്നെയല്ല, സ്ത്രീകള് എല്ലാരും തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിൽ നിന്ന് ഫൈനാൻഷ്യൽ നല്ലതായിട്ട് ഫൈനാൻസ് ഈശോയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവനും നോക്കിയിരുന്നത്, അതിന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കിയിരുന്നത് യൂദാസ് ആയിരുന്നു. അതിൽ നിന്ന് യൂദാസിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അതിൽ നിന്ന് ആവശ്യമായ രീതിയിൽ മോഷ്ടിക്കുന്നുമുണ്ടായിരുന്നു. കാരണം ആരും അതിനെ ചോദ്യം ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളതുണ്ട്, അല്ലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചാല്, ഈ യൂദാസിന് ഈശോയോട് അത്ര ഇഷ്ടം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ആ യൂദാസിന് എപ്പോഴും ഒരു റിവെഞ്ച് ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് അറിയുമോ എന്നറിയില്ല. ഒരു കാരണം നമുക്ക് പറയാവുന്നത്, ഈശോ എല്ലായ്പ്പോഴും തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 12 പേരുണ്ട്, എന്നാൽ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പം യൂദാസിന് ഒരു പക്ഷേ യൂദാസിന്റെ മനസ്സ്, യൂദാസിന് അറിയാം, യൂദാസിന് ഈശോയെ എവിടെയൊക്കെ കൊച്ചാക്കാനും ചെറുതാക്കാനും ശ്രമിക്കാൻ പറ്റുമോ അവിടെയൊക്കെ യൂദാസ് അത് ശ്രമിക്കുന്നതായിട്ട് കാണാം. ഈ 300 ദിനാറയുടെ കാര്യം പറയണ, ഈ തൈലത്തിന്റെ കാര്യം പറയണ സ്ഥലത്തും ഈശോയെ അവിടെ കൊച്ചാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് യൂദാസിന്റെ ഭാഗത്ത് നടക്കുന്നത്. കാരണം നിനക്കറിയില്ല ഈ പണത്തിന്റെ ഇതിന്റെ വിലയും കാര്യങ്ങളും ഒന്നും നിനക്കറിയില്ല, എനിക്കിതറിയാം, ഇതെന്തൊരു മണ്ടത്തരമാണ് ഇവളീ കാണിച്ചത് എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമുക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റും, ഈശോ അവിടെ ഡിഫെൻഡ് ചെയ്യുവാണ്, അവളെ വിട്ടേക്ക്, നീ അവളെ ഒന്നും പറയാൻ നിൽക്കണ്ട, അവൾ എൻ്റെ മരണത്തിന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണെന്നുള്ള രീതിയിലാണ് ഈശോ അതിനെ പറഞ്ഞു മാണത്. അപ്പൊ അത് യൂദാസിന് ഒരു അടിയായിട്ട് വരുന്നുണ്ട്. യൂദാസിന് അത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഒരു 10-12 പേര് കൂട്ടായിട്ട് പോകുമ്പോൾ ഒരാൾ നമ്മളെ ഒരുമാതിരി കളിയാക്കി പറഞ്ഞു, അല്ലെ അവന് എപ്പോഴും നമ്മളെ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്ന വർത്താനം പറയണമ്പോഴത്തേക്കും നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് അവരോടൊരു ദേഷ്യവും ഇഷ്ടക്കേടും ഒക്കെ വരും. അപ്പൊ അതാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ യൂദാസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. യൂദാസ്, രണ്ടുപേരും ഓർക്കണം, ഈശോ ജൂദയ സമൂഹത്തിലുള്ളതാണ്, പിന്നെ ജൂദാസ്, ഇവർ രണ്ടുപേരും മാത്രമാണ് ജൂദയ സമൂഹത്തിൽ നിന്നുള്ള വംശജരായിട്ടുള്ളവര്, ജൂദയ വംശജരായിട്ടുള്ളവർ ഇവർ രണ്ടുപേരുമാണ്. പിന്നെ ഈശോ എപ്പോഴും തന്നെ പറയുന്നുണ്ട്, ഒരാളെന്നെ ഒറ്റിക്കൊടുക്കും. അപ്പൊ ഈ ജൂദാസിന് അറിയാം, ജൂദാസ് ഈശോയിൽ കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല, ഇങ്ങനെ പിന്നെ കൂടെ കൊണ്ട് നടക്കണു, കൂടെ പോകുന്നു എന്നുള്ളതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഈ ഈശോയോട് ജൂദാസിന് വലിയ താല്പര്യമൊന്നുമില്ല. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും ബൈബിളിൽ കാണാൻ പറ്റില്ല ജൂദാസ് മാസ്റ്റർ എന്നോ അല്ലെങ്കിൽ ലോർഡ്, ക്രൈസ്റ്റ് അങ്ങനെയൊന്നും വിളിക്കുന്നതായിട്ട്, ഈശോയെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ബാക്കി എല്ലാരെ കുറിച്ചും എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരൊക്കെ ഓ ലോർഡ് സേവിയർ അല്ലെങ്കിൽ ഓ ലോർഡ് മാസ്റ്റർ അങ്ങനെയൊക്കെ ഈശോയെ അഭിസംബോധന ചെയ്യുന്നതായിട്ട്, ഇല്ല ഈശോയെ വിളിക്കുന്നതായിട്ട് മനസ്സിലാക്കും. പക്ഷെ യൂദാസ് മാത്രം അവിടെ അത് ചെയ്യുന്നില്ല. യൂദാസ് എപ്പോഴും ഒരു ടീച്ചർ എന്നുള്ള ഒരു ഗുരുജി എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഈശോയെ കണ്ടിരുന്നത്. അപ്പം നാച്ചുറലി അവിടെ യൂദാസിന്
ഈശോയോട് ഒരു ഇഷ്ടക്കേട്. എല്ലാ സ്ഥലത്ത് വെച്ചും ഈശോ ഒരിക്കലും യൂദാസ് ആണ് എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നതെന്ന് ഈവൻ ലാസ്റ്റ് മിനിറ്റില് അന്ത്യത്താഴ നിമിഷം പോലും അറിയിക്കുന്നില്ല. മറ്റുള്ളവരുടെ മുന്നില് ഈശോ ഒരിക്കലും അവനെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ യൂദാസിന് അതെപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടുമാണ് ഇരുന്നത്. യൂദാസ് പോലും ഒരുപക്ഷെ വിചാരിച്ചിരുന്നില്ല ഒറ്റി കൊടുക്കുമായിരിക്കും ഈശോയെ എന്ന്. പക്ഷെ അവന്റെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, അവന്റെ ആ പണക്കൊതി, പണത്തിനോടുള്ള ഇഷ്ടം, പക്ഷെ അതിനേക്കാളേറെ അവന് ആ ഈശോയോടുള്ള ഒരു ഇഷ്ടക്കേട്, ഈശോയെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യം, അതാണ് അവനെ ഈശോയെ ഒറ്റിക്കൊടുക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്ന കാര്യം. പിന്നെ ഒരു പക്ഷെ അവൻ വിചാരിച്ചിട്ടുണ്ട്, യൂദാസ് വിചാരിച്ചിട്ടുണ്ട്, ഈശോ ഇത്രയും അതിശയങ്ങളും ഇത്രയും അത്ഭുതങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്, അപ്പം ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാൻ പറ്റിയ വേറൊരവസരമാണ്. ഇപ്പൊ ഞാൻ ഇവനെ ഒറ്റുകൊടുത്താല് അവരിവനെ പിടിച്ചു കഴിഞ്ഞാല് അവന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു വരും എന്നുള്ള ഒരു ചിന്തയും യൂദാസിനുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈശോയെ ഒറ്റുകൊടുക്കാന് യൂദാസ് ശ്രമിക്കുന്നത്. എന്നാൽ അതിലേറെ അതിന്റെ കൂടെയുള്ള ഒരു കാര്യം, നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, അവൻ എപ്പോഴും ഒരു പേഴ്സണലായിട്ട് എന്റെ കാര്യം, അല്ലെങ്കിൽ എനിക്ക് എന്താണ്, എന്നെ അറിയണം, അല്ലെങ്കിൽ ഞാൻ ചെയ്തെന്നറിയണം, അല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പേര് കിട്ടണം, എന്റെ കാര്യം എന്റെ എന്നുള്ള ആ ഒരു ചിന്താഗതിയും കൂടെ യൂദാസിനുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ യൂദാസിന് ഇത്രയും കാലം കൊണ്ട്, ആ 2-3 വർഷം കൊണ്ട്, ആ ഒരാഴ്ച കൊണ്ട് അവിടെയുള്ള മനുഷ്യർക്കൊക്കെ ഈശോയെ അറിയാം. ഈ പടയാളികൾക്കൊക്കെ ഈശോയെ അറിയാം. മനസ്സിലാക്കാൻ വലിയ പാടുള്ള കൂട്ടത്തിലൊന്നും അല്ല. കാരണം പറഞ്ഞു, ജൂദയ വംശജനാണ്, ഈശോയുടെ വേഷവിധാനത്തിൽ വ്യത്യാസമുണ്ട്. യൂദാസിന് പറഞ്ഞു കൊടുത്താൽ മതി, ഇന്ന പോലെ ഇരിക്കുന്ന മനുഷ്യനാണത് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, മറ്റവർക്ക് മനസ്സിലാകും. പക്ഷെ അവിടെ അതല്ല അവൻ കാണിക്കുന്നത്. അവൻ തന്നെ, യൂദാസ് 30 വെള്ളി നാണയം ചോദിക്കുന്നുണ്ട്, എനിക്കെന്ത് കിട്ടും, ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്ത് കിട്ടും, അല്ലെങ്കിൽ മറ്റു സമൂഹത്തിന് എന്ത് കിട്ടും, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ കാര്യം എന്താണ് എന്നുള്ളത് മാത്രമാണ് അവനോട് യൂദാസ് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പം ആ ഗെഥസമേനിയിലേക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ മതി, ഇവൻ കൃത്യമായിട്ട് വരുന്ന സ്ഥലമാണ്, കൃത്യം ഇത്ര മണിയാകുമ്പോഴത്തേക്ക് ഇന്ന സ്ഥലത്ത് അവൻ ഉണ്ടാകും, പോയി പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. പോരാ, ആ ഈശോയോടുള്ള റിവെഞ്ച്, ഈശോയോടുള്ള ഇഷ്ടക്കേട് യൂദാസിന് വ്യക്തമാക്കണമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ കൂടെ അവരെ, ആ പടയാളികളെ ലീഡ് ചെയ്തത് യൂദാസാണ്. ലീഡ് ചെയ്ത് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറയുവാണ്. നമ്മൾ നോക്കി, നമുക്ക് ചിലപ്പം ദേഷ്യം വരുന്ന, നമ്മുടെ ഉള്ളിൽ ഭയങ്കര ദേഷ്യമുള്ള, അല്ലെങ്കിൽ നമുക്കൊരാളോട് ഒരു വ്യക്തി വൈരാഗ്യമുള്ള, ഒരു റിവെഞ്ച് എടുക്കണമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യുന്നേ? അവന്റെ കണ്ണില് നേരെ നോക്കിയിട്ട് പറയും, എടാ നീ ആടാ എനിക്ക് പണി തന്നത്, അതുകൊണ്ട് നിനക്ക് ഞാൻ തിരിച്ച് പണി തന്നേ ചെയ്യുള്ളൂ. ഇല്ലേ? നമ്മൾ അങ്ങനെ ഒരു ദേഷ്യത്തിലല്ലേ ചെയ്യുന്നത്? നമ്മൾ അങ്ങനെ ചെയ്തില്ലേ? നമ്മൾ അവന്റെ കണ്ണില് തന്നെ നോക്കിയിട്ട്, അവന്റെ മുഖത്ത് നോക്കി, അവന്റെ കണ്ണില് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ആ ഉള്ള ദേഷ്യം മുഴുവനും അങ്ങ് പ്രകടിപ്പിക്കും. അതാണ് ഇവിടെ ഒരു ചുംബനം കൊണ്ട് യൂദാസ് ചെയ്തത്. യൂദാസിനെ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, അവർ പിടിച്ചേനെ. പക്ഷെ അവിടെയല്ല, ഇവിടെ യൂദാസ് ചെന്നിട്ട് പറയാണ്, ഗുരുവേ സ്വസ്തി. അവിടെ കണ്ണില് നോക്കി മുഖത്ത് ചുംബിക്കുന്നു. ആ യൂദാസിന് ഈശോയോടുള്ള എല്ലാ വൈരാഗ്യങ്ങളും, എല്ലാ ഇഷ്ടക്കേടുകളും, കാരണം അവനെ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കിയല്ലേ, അവന് ഒരു വില കിട്ടിയില്ല എന്നുള്ള അതിന് മുഴുവനുമായിട്ടുള്ള ഒരു പ്രതിഫലം പോലെയാണ് അവൻ അവിടെ യൂദാസ് ഈശോയോട് ചെയ്യണത്. പക്ഷെ അവിടെ എപ്പോഴും ഈശോ പറയുന്നുണ്ട്, സഹോദര, ചുംബനം കൊണ്ടാണോ നീ ഒറ്റിക്കൊടുക്കുന്നത്? ഈശോയ്ക്ക് അപ്പോഴും യൂദാസിനോട് വിരോധമില്ല, വൈരാഗ്യമില്ല.
അങ്ങനെ ആ ശിഷ്യൻ അവിടെ ഒറ്റിക്കൊടുക്കുന്നു. പക്ഷെ അതായിരുന്നോ യൂദാസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? അല്ല. അവിടെയും ഈശോ ക്ഷമിക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യുദാസിന് ഈശോയോട് ചെയ്തത് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യുദാസ് ശരിക്കും വേദനിക്കുന്നുണ്ട്. പക്ഷെ ആ വേദന അവൻ മനസ്താപമാക്കി മാറ്റിയില്ല. ആ വേദന അവൻ ഈശോയിലേക്ക് തിരിയാനായിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയില്ല. ഒരു പക്ഷെ അവന്റെ ഉള്ളില് അപ്പോഴും ഒരു ചെറിയ റിവഞ്ച് കിടപ്പുണ്ടായിരുന്നായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഈശോയോട് അവനൊന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ, പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടും ഈശോയുടെ അടുത്ത് തിരിച്ചു ചെന്നു. ബാക്കി എല്ലാവരും ഒത്തിരി പേരും തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഈശോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പക്ഷേ ഈശോയുടെ അടുത്ത് ചെന്ന് ഈശോയോട് ഒന്ന് മാപ്പ് പറയാൻ, ദൂരെ നിന്ന് എങ്കിലും ഒന്ന് മാപ്പ് പറയാനായിട്ട് യുദാസിന് തോന്നിയിരുന്നെങ്കിൽ, യുദാസിന് മനസ്സിന് പറ്റിയിരുന്നെങ്കിൽ, യുദാസ് അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക്, സ്വയം മരിക്കുന്ന ഒരു രീതിയിലേക്ക് പോവില്ലായിരുന്നു. അവിടെ ഈശോയെ അപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, യൂദാസിന് അപ്പോഴും ഈശോയെ പൂർണ്ണമായും മനസ്സിലായിരുന്നില്ല. ഇത്രയും വർഷങ്ങൾ കൂടെ നടന്നെങ്കിലും ആ ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈശോ എന്തുകൊണ്ടൊന്ന് പറയണോ? ഈശോ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു ആ യൂദാസിനെയും എന്നുള്ള കാര്യം യൂദാസിന് മനസ്സിലായില്ല. യൂദാസ് ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് തുടക്കം മുതലേ ഈശോയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ഈശോ അവനെ സ്നേഹിച്ചിരുന്നു. ഒരിക്കലും ഈശോ യൂദാസിനെ സ്നേഹിക്കാതിരുന്നില്ല. നമ്മൾ ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു യൂദാസാണോ? നമ്മൾ ഈശോയുടെ കൂടെ നടക്കുന്നു, ഈശോയെ കുറിച്ച് ഒത്തിരി സ്തുതിച്ചു പാടുന്നു, അല്ലെങ്കിൽ സ്തുതിച്ച് ഹല്ലേലൂയ പറയുന്നു. ഇതൊക്കെ ആയിട്ടും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഈശോയെ ഒറ്റുകൊടുക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഈശോയെ തള്ളി പറയുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈശോയോട് നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഈശോയോട് നമ്മൾ റിവെഞ്ച് എടുക്കാറുണ്ടോ? ഇതൊക്കെയാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. അങ്ങനെ എടുത്തു എന്നുകൊണ്ട് ഈശോ നമ്മളോട് സ്നേഹിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഒരു നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ യൂദാസ് ആയിട്ടുണ്ടോ? ആ വക ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്കൊരു അവസരമാണ്. നമുക്ക് ഈശോയുടെ അടുത്തേക്ക് പോവാനായിട്ട് യൂദാസിനെ പോലെ നമ്മള് ഈശോയിൽ നിന്ന് അകന്നു പോവാതെ ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവാന്, ഈശോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈശോയെ, നിന്നെ അറിയാതെ പോയതിൽ ഞാൻ ക്ഷമ യാചിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മള് വഴിയോ, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയോ, നമ്മുടെ ചിന്തകൾ വഴിയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മള് ഈശോയെ ഒറ്റുകൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് പറ്റാത്ത രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊക്കെ മാപ്പ് ചോദിക്കാം. ഈശോയെ യുദാസിനെ പോലെ അല്ലാതെ ഒരു പത്രോസിനെ പോലെ അങ്ങയുടെ അടുത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അങ്ങനെ ഒരു മനോഭാവം കിട്ടാന് നമുക്ക് പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാം. ഈ ഒരു നോമ്പില് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. തമ്പുരാന്റെ അമ്മയെ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും നയിക്കും. ആമേൻ. താങ്ക് യു ക്ഷമിക്കട്ടെ. ഷൈനി ചേച്ചി.
ഇന്നത്തെ ദിവസം തന്നെ ഉറ്റിക്കൊടുത്ത യൂദാസിനെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്. യൂദാസിനെ കുറിച്ച് എങ്ങനെയായിരുന്നു എന്നും അങ്ങനെ ആയിരുന്ന യൂദാസിനെ ക്രിസ്തു എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത്, അത് പിതാവായ ദൈവത്തിന്റെ ചേർത്ത് പിടിക്കലാണ്. തൻ്റെ ജീവിതത്തെ മുഴുവൻ തകർക്കുന്ന അല്ലെങ്കിൽ നാശോന്മുഖമാക്കുന്ന, ഒറ്റിക്കൊടുക്കുന്ന വ്യക്തിയെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും അത്രയും കരുതലോടെ ദൈവം എപ്പോഴും ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ചിന്ത നമുക്ക് നൽകിയ ഷൈനി ചേച്ചിയെ പ്രത്യേകമായിട്ട് ഓർക്കാം. US-ലാണ് പ്രത്യേകമായിട്ട് വേദനാകരമായ സാഹചര്യത്തിലായിരിക്കുമ്പോഴും ഈ ഒരു ചിന്ത നമ്മോട് പങ്കുവെച്ചതിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പരിചയപ്പെടുത്തിയ ജസിന ചേച്ചിയും അമേരിക്കയിലാണ്, അവരെല്ലാം അമേരിക്കയിലാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. ദൈവവചനം പങ്കുവെച്ച ഷൈനി ചേച്ചിയെ പരിചയപ്പെടുത്തിയ ജസിന ചേച്ചി അവിടുത്തെ കരങ്ങളിലേക്ക് ഉയർത്തുന്നു. കർത്താവായ ദൈവം അവിടുത്തെ വലിയ കൃപയോ അനുഗ്രഹവും നൽകണമേ. കർത്താവെ തന്നെ ഒറ്റിക്കൊടുത്തവനെ സ്നേഹിച്ച, ചേർത്ത് പിടിച്ച ക്രിസ്തുവിന്റെ ആ വലിയ സ്നേഹം, ദൈവത്തിന്റെ വലിയ സ്നേഹം ഞങ്ങൾ ആഴത്തിൽ അനുഭവിക്കാൻ തക്ക വിധത്തിൽ അങ്ങ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ ആരാധന, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാണിച്ചേട്ടാ, നമ്മുടെ കൊച്ചു പ്രാർത്ഥിച്ച് നമുക്ക് അമ്മയുടെ ഒരു ഗാനം പാടി നമുക്ക് അവസാനിപ്പിക്കാം. 10 മണി ആയതുകൊണ്ട്. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽമലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപ ചെയ്യണമേ. ആമേൻ. മിനി ചേച്ചി. മിനി ചേച്ചിയുടെ മൈക്ക് മ്യൂട്ടാണ്. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്നഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്നഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. താങ്ക് യു. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് വൈകിട്ട് രാത്രി നമുക്ക് കാണാം. ദൈവവചനം കേട്ട് ആ ചിന്തയോടെ ഉറങ്ങാനായിട്ട് നമുക്ക് പോകാം. എല്ലാവർക്കും നന്ദി. എൻഡ് ചെയ്യുന്നു. എല്ലാവരുടെ അനുവാദത്തോടെ നമ്മൾ എൻഡ് ചെയ്യുകയാണ്.